ഫ്ലാഷ് ബാക്ക്. പലപ്പോഴായി തൃശ്ശൂർ ചെല്ലുമ്പോൾ ഒരു ആഗ്രഹമാണ് പോർക്ക് കഴിക്കണമെന്ന്. അങ്ങനെ പോർക്ക് വാങ്ങി ബീവിക്ക് വേണ്ടി ഒരു പാത്രത്തിൽ ബീഫും. കുറെ കാലത്തിന് ശേഷമാണല്ലോ ബീവി ഇതൊക്കെ കഴിക്കുന്നത്. കോഴിക്കോട് നല്ല പോർക്ക് വരട്ടിയത് എവിടെയാണ് കിട്ടണമെന്ന് എനിക്കറിയില്ല, എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മൃഷ്ടാന്നം അടിച്ചു. ഫ്ലാഷ് ബാക്ക്. അങ്ങനെ അതിരാവിലെ മങ്കൂസിനോട് യാത്രയും പറഞ്ഞ് ഞങ്ങളിറങ്ങി. കാശിപ്പെണ്ണിനെ കാണുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ഞങ്ങളുടെ ഉദ്ദേശം. അവൾക്ക് ഇനി വരാൻ പോകുന്ന വാക്സിനേഷനും കാര്യങ്ങൾക്കൊക്കെ വണ്ടി അവിടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വണ്ടി അവിടെ വെച്ച് ഞാനും കുഞ്ഞാണ്ടിയും തിരിച്ചു പോന്നു. ബീവി കുറേ കാലത്തിന് ശേഷം വണ്ടി ഓടിച്ച് തുടങ്ങിയ ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ രണ്ടുപേരെയും ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലാക്കി ബീവി കാറും കൊണ്ട് തിരിച്ചുപോയി. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കുറേ ചെകുത്താൻ ലോറികൾ നിരനിരയായിട്ട് നിർത്തിയിടുന്ന എൻ്റെ മനസ്സിൽ വരിക. അങ്ങനെ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഒരു ട്രെയിൻ ചീറിപ്പാഞ്ഞു വന്നു. അത് അതേപോലെ തന്നെ നിർത്താതെ പോയി. ഞങ്ങളുടെ ട്രെയിൻ ആയിരുന്നില്ല അത്. അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഏറനാട് എക്സ്പ്രസ് ഞങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്നു. ട്രെയിനിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ കുറച്ച് നേരം വീഡിയോസ് ഇരുന്ന് കണ്ടു. കുഞ്ഞൻ കുറച്ച് നേരം ബ്ലോക്ക് ഗെയിം ഇരുന്ന് കളിച്ചു. അങ്ങനെ 4 മണിക്കൂറിലെ ഞങ്ങളുടെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. വിശന്ന് വലഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയി നല്ല 2 ബിരിയാണി കഴിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ ഒരു ബസ്സിൽ കയറുന്നത്. കാലങ്ങൾക്ക് ശേഷമുള്ള അനുഭവമായതുകൊണ്ട് തന്നെ ഞാനും കുഞ്ഞനും അത് എൻജോയ് ചെയ്തു. അങ്ങനെ നടന്ന് ഞങ്ങൾ ശ്രീവത്സത്തിൽ തിരിച്ചെത്തി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും കോരിച്ചൊരിഞ്ഞ മഴ തുടങ്ങി. വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഒരു ചായ കുടിക്കാൻ പോയതാണ്. 5 മിനിറ്റ് കൊണ്ട് ചായ കുടിച്ചു കഴിഞ്ഞു. പക്ഷേ മഴ തീരാൻ ഞങ്ങൾക്ക് 1.5 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നു. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് ഞാനും കുഞ്ഞനും കൂടി ഇടവഴിയിലൂടെ നീന്തി വീട്ടിലേക്ക് വന്നു. രാത്രി നെറ്റ് പോയപ്പോൾ ചെക്കൻ്റെ വീട്ടുകാരുടെ കുറച്ച് കലാപരിപാടികൾ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി നേരുന്നു.